ADGP അജിത് കുമാറിനെതിരെ ആരോപണങ്ങളുടെ കെട്ടഴിച്ച് PV അൻവർ. നമസ്കാരം. മറുപുറത്തിന്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തൻ തന്നെ തിരിഞ്ഞു കൊത്തി തുടങ്ങി. പാല് കൊടുത്ത കയ്യിൽ തന്നെ തിരിഞ്ഞു കൊത്തി എന്നൊക്കെ പറയില്ലേ, അത് തന്നെ കാര്യം. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിന്റെ സമീപം അജിത് കുമാർ കൊട്ടാരം പണിയുന്നുണ്ടെന്നും വീട് പണി ഇപ്പോൾ നടക്കുകയാണെന്നും PV അൻവർ വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. 15 കോടിക്കാണ് അജിത് കുമാർ വീട് പണിയുന്നതെന്നും ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടിയെന്നും PV അൻവർ ചോദിക്കുന്നു. എടവണ്ണയിൽ നിദാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തലക്ക് വെടിയേറ്റ് മരണപ്പെട്ട ഒരു സംഭവം ഏകദേശം 1.5 വർഷം മുമ്പാന്ന് തോന്നുന്നു എനിക്കുണ്ട്. എൻ്റെ നാട്ടിൽ, എൻ്റെ അടുത്താണ്, 1-2 കിലോമീറ്റർ. അന്ന് ഇതിൻ്റെ ദുരൂഹതകൾ നമ്മളിങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. നമ്മുടെ ഈ ADGP അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട്. എവിടെ അറിയോ? തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ അഭിമാനമല്ലേ. ആ കവടിയാർ കൊട്ടാരത്തിൻ്റെ കോമ്പൗണ്ടിലാണ് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന ബിസിനസ്സുകാരനായ ബഹുമാനപ്പെട്ട MA യൂസുഫ് അലി സാഹിബ് വീടുള്ളത്. കവടിയാർ കൊട്ടാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഹെലിപ്പാഡുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് 10 സെൻറ്റ് ഞാൻ കിട്ടിയ വിവരം ഈ പറയുന്ന MR അജിത് കുമാറിൻ്റെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 12 സ്ഥലം അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ പേരിലാണ്. ഇന്നലെ ഈ കോർപ്പറേഷനിൽ കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിൻ്റെ ഒരു കറക്റ്റായ ഏകദേശം വിവരം കിട്ടുന്നത്. ശ്രമം നടത്തിയിട്ട് കിട്ടിയിട്ട് ഒരുപക്ഷെ ഇന്ന് കിട്ടുമായിരിക്കും. വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. 12,000 സ്ക്വയർ ഫീറ്റാണോ 15,000 സ്ക്വയർ ഫീറ്റാണോ എന്ന് നമുക്ക് വിവരം തന്ന ആളുകളടുത്ത് കൃത്യമായ വിവരമല്ല. അത് കോർപ്പറേഷനിൽ നോക്കിയാലേ അറിയുള്ളൂ. അത് ദയവായി നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിളിച്ച് പറഞ്ഞാൽ നിങ്ങൾ ആളുകൾ പോയി നോക്കും. ആ നാട്ടുകാർക്കൊക്കെ അറിയത് ഈ ചങ്ങാതിൻ്റെതാണെന്ന്. കവടിയാർ കൊട്ടാരത്തിലെ ഭൂമിയുടെ വില അറിയോ? 60 തൊട്ട് 75 ലക്ഷം രൂപയാണ് മിനിമം. MA യൂസുഫ് അലി സാഹിബ് വീടുണ്ടാക്കാൻ തിരുവനന്തപുരത്ത് ഒരു സ്ഥലം സെലക്ട് ചെയ്യുമ്പോൾ എവിടെയാണെന്ന് ഇപ്പോൾ നമുക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിനടുത്ത് ഒരു അഴിമതിയില്ല, ഒരു കള്ളക്കച്ചവടമില്ല. ഈ ചെരുപ്പേ ഇടുള്ളൂ, 25 രൂപേൻ്റെ കുപ്പായ ഇടൂ, ഒരു കീറി പറഞ്ഞ പാൻറ്റേ ഇടുള്ളൂ. പാവപ്പെട്ട ADGP. അപ്പോൾ ദയവായി നിങ്ങൾ അതും കൂടി ഒന്ന് അന്വേഷിക്കണം. എന്നിട്ട് എനിക്ക് അതൊന്ന്. മാത്രമല്ല, എടവണ്ണ കേസിൽ നിരപരാധിയെയാണ് അജിത് കുമാർ കുടുക്കിയതെന്നും അൻവർ ആരോപിച്ചു. കേസിൽ കള്ളമൊഴി നൽകാൻ പോലീസ് വലിയ തോതിൽ സമ്മർദ്ദം ചെലുത്തിയെന്നും ക്രൂരമായി മർദ്ദിച്ചുവെന്നും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കാൻ 2 കൊലപാതകങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആസൂത്രണം ചെയ്തു എന്നും അൻവർ ആരോപിച്ചു. അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് ഇത് പറയിപ്പിക്കാൻ വളരെ ഭീകരമായി 3 ദിവസം പോലീസ് മർദ്ദിച്ചു. കുട്ടി, നിങ്ങൾ വെളിച്ചം കാണില്ല, നീ സെൻട്രൽ ജയിലിലേക്കാണ് ഇവിടുന്ന് പോകുന്നത്, നീ അത് സമ്മതിച്ചാൽ നിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താൻ നോക്കാം, അതുകൊണ്ട് നീ അത് സമ്മതിക്കണം. ഞാൻ ജയിലിലേക്ക് പോയിക്കോളാന്ന് പറഞ്ഞോ കുട്ടി. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ മരിച്ചവൻ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കരിപ്പൂരിൽ നടക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ അവൻ്റെ കയ്യിലുണ്ട്. അവൻ്റെ ഫോണ് വേറൊരു കേസിൽ കുടുക്കിയോണ്ട് തട്ടിയെടുക്കാൻ പോലീസ് ഒരു ശ്രമം നടത്തി. അത് പരാജയപ്പെട്ടു. മാത്രമല്ല, ചില പോലീസ് ഉദ്യോഗസ്ഥരോട് ഞാനിത് വെളിപ്പെടുത്തുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇനി പൂർണ്ണമായിട്ടും ഇനി വരാൻ പോകുന്ന അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരേണ്ടതാണ്. അങ്ങനെ ആ ഒരു മോട്ടീവിലാണ് ഇവനെ കൊല്ലിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ സൂചിപ്പിച്ചത്. അതേസമയം തനിക്കെതിരായ ആരോപണങ്ങളുടെ നിജസ്ഥിതി സർക്കാർ തന്നെ അന്വേഷിക്കട്ടെ എന്ന് ADGP MR അജിത് കുമാർ പ്രതികരിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട് താൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും ഔദ്യോഗിക സംവിധാനം ഉപയോഗിച്ച് അന്വേഷിക്കണമെന്നും MR അജിത് കുമാർ പറഞ്ഞു. എന്നാൽ മറ്റാരോപണങ്ങളിൽ ഒന്നും തന്നെ പ്രതികരണം നൽകാതെ എല്ലാ ചോദ്യങ്ങൾക്കും ഒറ്റവരി മറുപടി നൽകുകയായിരുന്നു ADGP. റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട DGPക്കും ഉണ്ട്. അവരന്വേഷിക്കട്ടെ. ആരോപണങ്ങൾക്കെതിരെ പ്രതിപക്ഷവും രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഏതെങ്കിലും മുഖ്യമന്ത്രിക്കെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ടുണ്ടോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. ആരോപണങ്ങളുടെ നിജസ്ഥിതി CBI അന്വേഷിക്കണമെന്നും നാണം കെട്ട ആരോപണങ്ങളാണ് കേൾക്കുന്നതെന്നും മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും VD സതീശൻ പറഞ്ഞു.
ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്താണ്? ഇത്രമാത്രം അധപ്പതിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടോ? സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ആരോപണം വന്നു, ഇപ്പൊ വീണ്ടും സ്വർണ്ണക്കടത്ത്, കൊലപാതകം, BJPയുമായിട്ടുള്ള ബാന്ധവം, തൃശൂർ പൂര കലക്കല് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വന്നിരിക്കുകയാണ്. ഇതിന് പിന്നാലെ KPCC പ്രസിഡന്റ് കെ സുധാകരനും പ്രതികരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷം ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് CBI അന്വേഷണമാണെന്നും അതിന് മുഖ്യമന്ത്രിക്ക് തന്റെ ഇടമുണ്ടോ എന്നുമാണ് കെ സുധാകരന്റെ ചോദ്യം. മാഫിയ സംരക്ഷകനായ മുഖ്യമന്ത്രിക്ക് ആ പദവിയിൽ തുടരാൻ യോഗ്യതയില്ലെന്നും രാജിവെച്ച് പുറത്തു പോകണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.